പാർലമെന്റ് കവാടത്തിൽ NDAയുടെ ധർണ. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് NDA എംപിമാർ ധർണ നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതിന് എതിരെയാണ് പ്രതിഷേധം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധവും പാർലമെന്റ് കവാടത്തിൽ നടക്കുകയാണ്. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, NDA ധർണ നടത്തുന്നു എന്നത് കൗതുകരമാണ്. പക്ഷേ അത് കോൺഗ്രസിനെതിരെയാണ്, രാഹുൽ ഗാന്ധിക്ക് എതിരെയാണ്. അതേസമയം തന്നെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധവും പാർലമെന്റിൽ തുടരുകയാണല്ലോ. ഇന്നത്തെ അന്തരീക്ഷം എങ്ങനെ? രതീഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു സംഘർഷം തന്നെയാണ് അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇരു വിഭാഗങ്ങളും നേർക്ക് നേർ നിന്നുകൊണ്ടുള്ള പോർവിളി തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ മാർച്ചിനെതിരെയുള്ള NDAയുടെ പ്രതിഷേധവുമാണ് നേർക്ക് നേർ നിന്നുകൊണ്ട് തന്നെ ഉണ്ടായത്. ഇരുവരും വളരെ ചേർന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷാ വിഭാഗം അവർ ഒരു മതിൽ തീർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ രണ്ട് വിഭാഗത്തെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് സുരക്ഷാ സേന ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. NDA സഖ്യത്തിനൊപ്പം വിമത തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും ധർണയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ നേരിടുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ മറ്റൊരു ചർച്ചയില്ല എന്ന് അല്പസമയം മുമ്പ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഈ അതിവേഗ കോടതികൾ ഈ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനത്തെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത ശേഷം എന്തിനാണ് അതിവേഗ കോടതികൾ എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. ഏതായാലും NDA സഖ്യവും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും ഇപ്പോൾ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള മുദ്രാവാക്യ വിളി തുടരുന്നു. നീറ്റിന്റെ വിഷയത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുമായി നടത്തിയത്. അതേസമയം ജാർഖണ്ഡ് അടക്കമുള്ള കോൺഗ്രസ് സംസ്ഥാനങ്ങളിലും സമാനമായ തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം NDA ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി JP നഡ്ഡ നടത്തിയ വാർത്താ സമ്മേളനവും ഈ കോൺഗ്രസിന്റെ സംസ്ഥാനങ്ങളിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും വലിയ തോതിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ പാർലമെന്റിലെ മകർദ്വാറിന് മുന്നിലുള്ളത്. NDA ഇന്ത്യ സഖ്യം അംഗങ്ങൾ നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. BJPയും NDAയും പ്രതിരോധത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ത്യ സഖ്യം കഴിഞ്ഞ 3 ദിവസം നേടിയ ആ ഒരു മേൽക്കൈ മറികടക്കുന്നതിന് രാഹുൽ ഗാന്ധിക്കെതിരെ നേരിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രതീഷ്, പി ബസന്താണ് വിശദമായ വിവരങ്ങൾ പാർലമെന്റിൽ നിന്ന് നൽകിയത്.